നിങ്ങൾക്ക് ഇമോഷൻ ബാലൻസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. ആരെങ്കിലും നിങ്ങൾ വന്ന് എല്ലാ ചൊവ്വാദോഷവും ശനിദശയും എല്ലാം മാറിക്കഴിഞ്ഞ് കഴിയുമ്പം ശുക്രനാകാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന സമയത്താണ് നിങ്ങൾ ഈ ഇന്ത്യയിൽ വന്ന് ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരനായിട്ട് ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ ജീവിക്കുന്നത്. ബ്രെയിൻ ആൻഡ് ബിസിനസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നതല്ലേ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഈ ആനിമലിലുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് 3 അൺഫെയർ തിങ്സ് ഇൻ ലൈഫ്, അതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സർപ്രൈസിംഗ്ലി 4ാമത്തെ ഒരു കാര്യമുണ്ട് ആൾക്കാരെ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാത്തതിന്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അപ്പോൾ 1ാമത്തെ അൺഫെയർ ആയിട്ടുള്ള കാര്യം നിങ്ങളെ സംബന്ധിച്ചോളം എപ്പോൾ ജനിച്ചു എന്നുള്ളതാണ്. അതായത് ലോകത്തിൽ ഏറ്റവും വലിയ ജീനിയസ് ആയിരുന്ന ഒരു മനുഷ്യനാണ് ലിയനാർഡോ ഡാവിഞ്ചി, വില്യം ഷേക്സ്പിയർ. ഈ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് ജീവിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 20 വർഷമാണ് ജീവിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴാണ് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഒരു അടുത്ത 10 വർഷത്തിലാണ് ജനിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ, അവരൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് അവർക്ക് ലോകത്തിൽ ഈവൻ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഐൻസ്റ്റൈൻ ഇപ്പോഴാണ് ജീവിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം കാലഘട്ടത്തിന് മുമ്പ് അലക്സാണ്ടർ ചക്രവർത്തി, ഇപ്പം ലോകത്തിൽ കുറേ വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറേ കാലം മുമ്പ് ജീവിച്ചിരുന്നതുകൊണ്ട് അവർക്ക് അതൊരു മാസീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആക്കാൻ പറ്റിയില്ല. നിങ്ങളതിനെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സിനിമകൾക്ക് മുമ്പ് നാടകമായിരുന്നു ഉണ്ടായിരുന്നത്, നാടക നടന്മാരുണ്ടായിരുന്നു. അപ്പം എന്താണ് സിനിമകൾ ഇത്ര പോപ്പുലർ ആയത്, സിനിമാ നടന്മാർ എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ആയത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകം എന്ന് പറഞ്ഞ എന്റർടൈൻമെന്റ് 1 to 1 ആയിരുന്നു, അല്ലെങ്കിൽ 1 to many, ഒറ്റ സെറ്റിങ്ങിലാണ്. അതായത് നാടകം ഒന്ന് അഭിനയിച്ചു, ആ അഭിനയിച്ച നാടകം തീർന്നതോടുകൂടെ നാടകം തീർന്നു, അതോടെ വേറെ ഇല്ല. ക്ലിയർ ആണോ? ആ നാടകം ഡ്യൂപ്ലിക്കേറ്റബിൾ ആയിരുന്നില്ല. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ലാത്ത നാടകം എത്ര വലിയ KPC ലളിത, ഈ പറഞ്ഞ പഴയ നടന്മാരൊക്കെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അടൂർ ബാസിയൊക്കെ ഒരുപക്ഷെ നാടകത്തിൽ നിന്ന് വന്നവരായിരിക്കും. അപ്പൊ ആ നാടകത്തിലുണ്ടായിരുന്ന ആൾക്കാർ മോഹൻലാലിനെ പോലെയോ പൃഥ്വിരാജിനെ പോലെയോ ഷാറൂഖ് ഖാനെ പോലെയോ ടോം ക്രൂസിനെ പോലെയോ ടോം ഹാങ്സിനെ പോലെയോ ഫേമസ് ആയിട്ടില്ല. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ലായിരുന്നു. ടെക്നോളജി മാറി. എന്ത് സംഭവിച്ചു? 2-3 കാര്യങ്ങൾ സംഭവിച്ചു. മനുഷ്യനെ സംബന്ധിച്ചുള്ള എന്റർടൈൻമെന്റ് നീഡ് കൂടി. ആ എന്റർടൈൻമെന്റ് നീഡ് കൂടിയപ്പം അത് ആ ഒരു സാധനം, ഒരു നാടകമാണ് സിനിമ, അല്ലെ? ആ നാടകത്തെ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കാനൊരു ടെക്നോളജി ഉണ്ടായി. പിന്നെ അത് ഡിജിറ്റൽ ടെക്നോളജിയായി, പിന്നെ അത് യൂട്യൂബായി മാറി. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു ടെക്നോളജിക്കൽ എവല്യൂഷനിലാണ് മൂവി സ്റ്റാറുകൾ അവർ കൊടുക്കുന്ന വാല്യൂ മാസസിന് കിട്ടി തുടങ്ങിയത്. അവർ കൊടുക്കുന്ന എന്റർടൈൻമെന്റ് വാല്യൂ മാസസിന് കിട്ടി തുടങ്ങി. ആ എന്റർടൈൻമെന്റ് വാല്യൂ മാസസിന് കിട്ടി തുടങ്ങിയതുകൊണ്ടാണ് സിനിമാക്കാരെ ഫേമസ് ആയി മാറിയത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ മോഹൻലാൽ അല്ലെ മമ്മൂട്ടി അങ്ങനെയുള്ള ആൾക്കാരുണ്ടായി. പ്രേം നസീറിന് പോലും മോഹൻലാലിനും മമ്മൂട്ടിക്കുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള പ്രാധാന്യം വന്നിട്ടില്ല. ക്ലിയർ ആണോ? കാരണം കാലഘട്ടത്തിന്. അപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്പം നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ജനിച്ചു എന്നുള്ളതാണ് അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇയാളിലേക്ക് നമുക്ക് തിരിച്ചു വരാവേ. പക്ഷെ അതിന് മുമ്പായിട്ട് 3 കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് പറഞ്ഞല്ലോ. 2ാമത് അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എവിടെ ജനിച്ചു എന്നുള്ളതാണ്. അപ്പൊ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ രീതി 100 വർഷം മുമ്പ് ഒരാൾ ജനിച്ചായിരുന്നെങ്കിൽ ഒന്ന് ബ്രിട്ടീഷ് അടിമത്തത്തിലായിരുന്നു. ഈ പറഞ്ഞ മിക്കവാറും നിങ്ങൾ സ്വാതന്ത്ര്യ സമരമായിട്ട് നടക്കുമായിരുന്നിരിക്കും. ഓക്കെ. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് പോകുന്നതിനൊരു കുഴപ്പമില്ല, വളരെ നല്ല കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത്. പക്ഷെ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബിസിനസ്സിൽ വളർത്തിയെടുക്കാനോ ബിസിനസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടോ അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ്ങോ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ വെൽത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റിസോഴ്സസും അതിനുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറേ വർഷം മുമ്പ് കളക്റ്റീവായിട്ട് മറ്റു ആൾക്കാരുടെ ഫോറിൻ ട്രേഡ് ചെയ്യാനായിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്ഡ് ആയിട്ട് ലാംഗ്വേജ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ആ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ കുറവായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്ന ഒരു ലെവലിൽ, ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പ്രീ ഡിസ്പോസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അത് ഈ സമയത്ത് വന്നു എന്ന് പറഞ്ഞ ഒരു യുണീക്ക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ഇതിന്റെ ടോപ്പിൽ ലോകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിട്ടുള്ള അമേരിക്കയിലാണ്, അത് കഴിഞ്ഞ് ചൈനയിലാണ്. അപ്പം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ വളർച്ച പീരീഡുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ആ സമയത്ത് അമേരിക്കയിൽ ജനിച്ച ആൾക്കാർക്കാണ് ഈ പറഞ്ഞതിൽ ആപ്പിൾ ഉണ്ടാക്കാനായിട്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കാനായിട്ട്, തൊട്ടിവിടെ വരെ ChatGPT വരെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്.
അത് കഴിഞ്ഞ് ഈ പറഞ്ഞ രീതിയിൽ രണ്ടാമത്തെ കൂടുതൽ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സിനെ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാക്കിയത് ചൈനയാണ്. കാരണം ചൈനയുടെ ഡെവലപ്മെന്റിനെ, ചൈനയുടെ നെക്സ്റ്റ് ലെവൽ മൂവ്മെന്റിനെ, ചൈനയുടെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ആ എവല്യൂഷനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്ത സിറ്റുവേഷൻ കൊണ്ട് അതുവഴി ഒരുപാട് പേർക്ക് മൾട്ടി ലെവലിൽ വെൽത്തി ആകാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ ഈ ഇതിലേക്ക് ലോകത്തിന് ക്ലാരിറ്റി ആയി വരുന്നുള്ളൂ. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്ങും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള മാനുഫാക്ചറിങ്ങും ആണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഓഫ് ഷോറിംഗ് എന്നുള്ളതിന് പകരം ഓൺ ഷോറിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടായി വരുവാണ് എല്ലാ രാജ്യങ്ങളും അവരവരുടെ മാനുഫാക്ചറിങ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ആ സമയം കൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ക്രെഡിബിലിറ്റി മാനുഫാക്ചറിങ്ങിൽ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്കോണമി എന്ന രീതിയിൽ ആരുടെ ഭരണമല്ല കൊണ്ടോ നല്ലത് ഗുണമെന്നൊന്നും അല്ല, ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ അടുത്ത ലെവലിലേക്ക് മുന്നോട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന സമയത്ത്, ക്ലിയർ ആണോ, ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന സമയത്താണ് നിങ്ങൾ ഈ ഇന്ത്യയിൽ വന്ന് ജീവിക്കുന്നത്, ഒരു ഇന്ത്യക്കാരനായിട്ട് ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം അതാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ്റെ കാര്യം. ആദ്യം ഞാൻ ടൈമിൻ്റെ കാര്യമാണ് പറഞ്ഞത്, എപ്പോൾ ഉണ്ടായി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഉണ്ടാകുന്നത്, ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഇനി ഫ്യൂച്ചർ മാത്രമേ ഉള്ളൂ, അടുത്ത 10, 20, 30 വർഷം കഴിഞ്ഞുണ്ടായ ശേഷം. അപ്പോൾ ആ സമയം എങ്ങനെയാണെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആണ്. മെഷീനുകൾ ലോകത്തിലൂടെ എല്ലാം ഓടി നടക്കുന്ന സമയമായിരിക്കും അത്. ഓക്കെ, അപ്പോൾ എവിടെ ഉണ്ടാകാൻ പറ്റി? ഇന്ത്യയിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റി. ഇന്ത്യയിൽ ഉണ്ടാകാൻ പറ്റിയത് കംപ്ലീറ്റ്ലി അൺഫെയർ ആയിട്ടൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ രണ്ടാമത്തെ അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് ലൈഫിൽ. അതായത് ഇന്നും ആലോചിച്ച് നോക്കി, എത്ര വലിയ ബുദ്ധിമാനായിട്ടുള്ള മാർക്ക് ആന്റണിയോ ജൂലിയസ് സീസറോ അവർക്കൊന്നും ഈ പറഞ്ഞ രീതിയിൽ കറണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒന്ന് ഷവർ വെച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുളിക്കാനുള്ള ഷവർ പോലും ഇല്ല. അവർ കപ്പൽ വെള്ളം കോരിയാണ്. ആലോചിച്ച് നോക്കി, അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് പോലും, പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ഒരു 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 ഷവർ പോലും ഇല്ല. ഓക്കെ, സ്വന്തമായിട്ട് ഫോണില്ല, സ്മാർട്ട് ഫോൺ ഇല്ല, യൂട്യൂബ് ഒന്നും പുള്ളിക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല. ക്ലിയർ ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഇല്ല, കറണ്ട് ഇല്ല. ഇപ്പൊ ജീസസ് ആണെങ്കിൽ രാത്രിയിൽ ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാരുടെ സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു കാര്യം റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജീസസിന് പോലും ഈ പറഞ്ഞ പോലെ ഈ മണ്ണെണ്ണ വിളക്ക് വെച്ച് കത്തിച്ചായിരിക്കും. മണ്ണെണ്ണ കൊണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല, ലൈറ്റ് പോലും ഇല്ല. ക്ലിയർ ആണോ? ബാത്റൂം ഇൻവെന്റഡ് ആയിട്ടില്ല, പല പല സാധനങ്ങളിൽ പ്രോപ്പർ ആയിട്ടുള്ള ഹൗസിങ്ങും പല പല സിറ്റുവേഷൻസ് ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഉള്ള അഡ്വാൻറ്റേജ് നിങ്ങൾ പുറകോട്ട് നോക്കിയാലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആലോചിക്കുക, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അരിസ്റ്റോട്ടിലും സോക്രട്ടീസും പ്ലേറ്റോയും ഈ ഒരാൾക്കാരും ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് പോലും അവർക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. കാരണം പ്രിന്റിംഗ് പ്രസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ ഉണ്ടായിട്ടില്ല. ഈ ഓലകളെല്ലാം വായിച്ചിട്ട് ഓരോ ഓല ഇങ്ങനെ കീറിയിരിക്കുന്നു, അല്ലെങ്കിൽ കുറെ കല്ലേൽ എഴുതിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് അവർക്ക് നോളജ് പോലും ഒക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഗൂഗിളുണ്ട്, അതിന്റെ മുകളിൽ ChatGPT ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിലേക്ക് ടൈം സ്വിച്ച് ചെയ്തു. ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന, അടുത്ത 10 വർഷത്തിൽ ഏറ്റവും കൂടുതൽ GDP-യിൽ റിയൽ GDP ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. ആ ഇന്ത്യയിലാണ് നിങ്ങൾ ജനിച്ചത്. ആ ഇന്ത്യയായിട്ട് അസോസിയേറ്റഡ് ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ ഗ്രോത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് തന്നെ നിന്ന് ഗ്രോത്ത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളെ വെള്ളപ്പൊക്കം ചില സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ആ കൂടെ ചില മരങ്ങളൊക്കെ ഒഴുകിപ്പോയല്ലേ എന്ന് പറഞ്ഞ പോലെ വെൽത്തിൻ്റെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത്, വെൽത്തിൻ്റെ വെള്ളപ്പൊക്കം നല്ല വെള്ളപ്പൊക്കമാണ്, അതുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കും ആ കൂടെ വളർന്ന് കയറി പോകാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി അടുത്ത 10 വർഷം കൊണ്ട് ഉണ്ടാകാൻ പോവുകയാണ്. അതിന് നിങ്ങൾ ഇന്ത്യയിൽ വേണമെന്നില്ല, ലോകത്തിൽ എവിടെയാണെങ്കിലും ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളും ഇന്ത്യയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും റീഡിഫൈൻഡ് ആയിട്ട് ബിൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. അപ്പം 3 അൺഫെയർ തിങ്സ് ആണ് ലൈഫിലുള്ള, അതിൽ 2 നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നാലാമത്തെ കാര്യം ഞാൻ ഒരു സെക്കൻഡ് പറയാം. അപ്പം നമ്മളെ സംബന്ധിച്ചോളം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റലിജൻസ് ആണ്, ബ്രെയിൻ ആണ്. അപ്പോൾ ബ്രെയിനിന്റെ കപ്പാസിറ്റിയാണ്. അതായത് ആവറേജ് ആയിട്ടുള്ള ഹ്യൂമനുള്ള ഇന്റലിജൻസ് ഈ പറഞ്ഞ രീതിയിൽ ആവറേജ് ആയിട്ടുള്ള IQ എന്ന് പറഞ്ഞാൽ 100 ആണ്. അതിനേക്കാളും കുറച്ച് കുറവുള്ള ആൾക്കാർ 90ലേക്ക് താഴോട്ട് വരും. അതിന് മുകളിലോട്ടാണെങ്കിൽ 100, 110, 120 മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഇന്റലക്ച്വൽ പ്രോസസ്സിംഗ് സ്കിൽസ് IQ ലെവലിൽ നിങ്ങൾക്കുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് നിങ്ങളെ സംബന്ധിച്ചോളം അക്കാഡമിക്കലി നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല കോളേജുകളിൽ പോയി നല്ല ഇനീഷ്യൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്കില്ലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് IQ ആണ്. നിങ്ങളെ സംബന്ധിച്ചോളം യുണീക്ക് ആയിട്ട് അഡ്വാൻറ്റേജ് ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ക്രിയേറ്റീവ് IQ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട്, ഇൻവെൻറ്റീവായിട്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന, പുതിയ ഇൻവെൻഷൻ ചെയ്യാനായിട്ടുള്ള IQ ആണ്. മൂന്നാമത്തെ കാര്യം പീപ്പിൾ IQ ആണ്. അതായത് മനുഷ്യരെ അസസ് ചെയ്ത് മനസ്സിലാക്കി ആ ആൾക്കാരെ എങ്ങനെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരു ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമറുടെ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമറുമായിട്ട് എമ്പതൈസ് ചെയ്ത് അവർക്ക് വേണ്ടി സൊല്യൂഷൻസ്, അവരോലും അറിയാത്ത സൊല്യൂഷൻസ് ഉണ്ടാക്കി പറ്റുന്നതാണ്. അതാണ് പീപ്പിൾ IQ. അപ്പോൾ ക്രിയേറ്റീവ് IQ ഉണ്ട്, ഇന്റലിജൻസ് കോഷ്യൻസ് ഉണ്ട്, IQ ഉണ്ട്, അതുപോലെ തന്നെ
പീപ്പിൾ ഐക്യു ഉണ്ട്. ഇത് മൂന്നെണ്ണം ഞാൻ പറയുന്ന വേറെ ഒരുപാട് ഐക്യുകളുണ്ട്. അപ്പോൾ ഈ ഇൻ്റലിജൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുണ്ട്, കേൾക്കാൻ പറ്റുവാണ്, സംസാരിക്കാൻ പറ്റുവാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ഇത്രയും വരെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് ആവറേജ് ആയിട്ടുള്ള ഐക്യു ഈ പറഞ്ഞ രീതിയിൽ ക്രിയേറ്റീവ് ഐക്യു ചിലർക്കുണ്ടാവും, ചിലർക്ക് ഒരുപാട് ഐക്യു നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ചിലപ്പോൾ ക്രിയേറ്റീവ് ഐക്യു ആയിരിക്കും കൂടുതലുള്ളത്, അല്ലെ പീപ്പിൾ ഐക്യു ആയിരിക്കും നിങ്ങൾക്കുള്ളത്. ഇതെല്ലാത്തിനും ഉപരിയായിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം ഇമോഷണൽ കോഷ്യൻസും സ്പിരിച്വൽ കോഷ്യൻസും, അതായത് നിങ്ങൾക്ക് ഇമോഷൻ ബാലൻസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇമോഷൻ മാനേജ് ചെയ്യാൻ പറ്റുവാണ്. അതെന്താണ് ഇമോഷൻ മാനേജ് ചെയ്യാൻ പറ്റുവാണേ? കാരണം പലപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എക്സസീവായിട്ട് മദ്യപിക്കുന്നതോ, എക്സസീവായിട്ട് സിഗരറ്റ് വലിക്കുന്നതോ, എക്സസീവായിട്ട് ഗുഡ് ഹാബിറ്റോ ബാഡ് ഹാബിറ്റ് എല്ലാം ഇമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇമോഷനാണ് നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുന്നത്, ബോഡിയാണ് നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത്. ബോഡിയിൽ നമ്മളെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോർമോൺസിനെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ബോഡിയുടെ കെമിക്കൽസിനെ ചേഞ്ച് ചെയ്യാനായിട്ടാണ്, ന്യൂറോളജിക്കലി ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ബോഡിയുടെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ സംബന്ധിച്ചോളം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അഡ്വഞ്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവിടെ കെമിക്കൽ റിയാക്ഷനാണ് ബോഡിയിൽ ഉണ്ടാകുന്നത് അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത്. ക്ലിയർ ആണ്? അപ്പോൾ എൻ്റെ ആൾ മാറിപ്പോയിട്ടുണ്ട്. മാറിപ്പോയ സ്ഥിതിക്ക് ഞാൻ പെട്ടെന്നൊന്ന് നിങ്ങളോട് പറയാം എന്താണ് നാലാമത്തെ കാര്യം. അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എവിടെ ജനിച്ചു, എപ്പോൾ ജനിച്ചു, നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം ഒരു പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഞാൻ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ കേൾക്കാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അത് കംപ്ലീറ്റ്ലി അൺഫെയർ ആണ്. അത് ആര് പറഞ്ഞാലും അൺഫെയർ ആണ്. അതാണ് സിറ്റുവേഷൻ. നിങ്ങൾക്ക് അതുണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നില്ലേ, അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്ലോത്താണ്. സ്ലോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കുത്തിയിരിക്കുവാണ്, ആരെങ്കിലും നിങ്ങളെ വന്ന് രക്ഷിക്കാനായിട്ട്. ആരെങ്കിലും നിങ്ങളെ വന്ന് എല്ലാ ചൊവ്വാദോഷവും ശനിദശയും എല്ലാം മാറിക്കഴിഞ്ഞ് കഴിയുമ്പം ശുക്രനാകാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈഫിൽ നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ആരും നിങ്ങളെ വന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എഴുന്നേറ്റ് ആക്ഷൻ എടുക്കണം, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണം. നിങ്ങൾ ബിസിനസ് പഠിക്കണം, നിങ്ങൾ സെയിൽസ് പഠിക്കണം, നിങ്ങൾ മാർക്കറ്റിംഗ് പഠിക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാൻ പഠിക്കണം, നിങ്ങളൊരു വാല്യുബിൾ ആയിട്ട് ഹ്യൂമൻ ആയി മാറണം, നിങ്ങൾ ലിസൺ ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ സ്ലോത്താണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം. ആ 3 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ് ആ 3 പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ സ്ലോത്ത് എന്ന് പറഞ്ഞ ആനിമൽ, പിക്ചറിൽ കണ്ട ആനിമൽ. അപ്പം സ്ലോത്തായിട്ട് നിങ്ങളൊന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സും ലൈഫും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. നിങ്ങളുടെ 2 ചെവിക്കടയ്ക്കാണ് നിങ്ങളുടെ ബിസിനസ് നടക്കുന്നത്, നിങ്ങളുടെ ബ്രെയിനിലാണ് നിങ്ങളുടെ ബിസിനസ് നടക്കുന്നത്, നിങ്ങളുടെ ബോഡിയിലാണ് നിങ്ങളുടെ ബിസിനസ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനം ബോഡിയാണ്, ബ്രെയിനാണ്, അല്ലേ? ഇതാണ് നിങ്ങളുടെ ബ്രെയിന്. നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഫ്രണ്ടിലൊരു ബ്രെയിൻ ഉണ്ട്, വയറിൻ്റെ ഫ്രണ്ടിലൊരു ബ്രെയിൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു എൻ്റെ ആയിട്ടുള്ള വീഡിയോസ് പലത് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവരണം. നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 1, നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് രാജ്യത്താണ്, 2, ബെസ്റ്റായിട്ടുള്ള ടൈമിലാണ്, നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. ഇനി നിങ്ങൾ സ്ലോത്ത് ആകാതെ ആക്ഷൻ എടുത്താൽ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യും. സീ നെക്സ്റ്റ് ടൈം.